ബേബിക്ക് ഖത്തറിൽ വിസയ്ക്ക് അപ്ലൈ ആക്കാൻ ടൈമിൽ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ പ്രൊസീജിയറിന്റെയും ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്കറിയാവുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കണേ. അതുപോലെ തന്നെ ഫോളോ ആക്കാനും മറക്കല്ലേ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ ഡോക്യുമെന്റ്സുമായിട്ട് ചെന്നത് എമിഗ്രേഷൻ ഓഫീസിലോട്ടായിരുന്നു. അപ്പം അവിടെ ചെല്ലാൻ ടൈമിലാണ് അവർ പറഞ്ഞത് ഇവിടെ വരേണ്ട ആവശ്യമില്ല, മെട്രാഷി കൂടെ ചെയ്താൽ മതി എന്ന്. അങ്ങനെ അവിടെ വെച്ചാണ് കേട്ടോ മോക്ക് വിസയ്ക്ക് അപ്ലൈ ആക്കിയത്. ഈ ഒരു ടൈമിൽ നമ്മൾ സാലറിയുടെ കാര്യം അങ്ങ് വിട്ടുപോയി. മെട്രാഷിൽ ഇൻസ്ട്രക്ഷനകത്ത് അവർ മെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു 5,000 അതിന് എബോവ് സാലറി ഇൻസൈഡ് ഖത്തർ ആണെങ്കിൽ കാണിക്കണം എന്നുള്ള കാര്യം. പക്ഷെ നമ്മളിത് സ്കിപ്പ് അടിച്ചിട്ടാണ് കേട്ടോ ബാക്കി പ്രോസസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഇൻസ്ട്രക്ഷനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് വായിക്കാതെ പോയതായിരുന്നു നമ്മൾ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക്. അങ്ങനെ ഇത് അപ്ലൈ ആക്കി 1 വീക്ക് കഴിഞ്ഞിട്ടും അണ്ടർ പ്രോസസ് കാണിച്ചു. അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ടൈമിലാണ് കേട്ടോ 1 ഡേ കണ്ടത് ഇങ്ങനെ റിജക്ട് ആയിരുന്നു. പക്ഷേ റീസൺ അവർ മെൻഷൻ ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ റീസൺ അറിയുന്നതിന് വേണ്ടി വീണ്ടും നമ്മളൊരു MOI സെന്ററിൽ പോയ ടൈമിലായിരുന്നു അവിടെ ഒരാൾ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നത് 5,000 അതിന് എബോവ് സാലറി കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ കാര്യം അറിഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബേബി ജനിച്ച് 16 ഡേയ്സിനുള്ളിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ആക്കണേ. കാരണം നിങ്ങൾ ഡിലേ ആവുന്നതനുസരിച്ച് ഈച്ച് ഡേ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഫൈൻ ആയിട്ട് ചാർജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മദർ വർക്ക് ആക്കുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ സെമി ഗവൺമെന്റോ ആയിട്ടുള്ള സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വിസയുടെ എല്ലാ ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് MOI നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കണ്ടാൽ അത് റിജക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. റിജക്ഷൻ വരാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സാലറി ലോ ആണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തത് ഈ ലേബർ കോൺട്രാക്ട് അറ്റസ്റ്റ് ആക്കിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമാണ്. അങ്ങനെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് QID ഇഷ്യൂ ചെയ്യുന്നതാണ്. QID ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഫീ ഉണ്ട് 500 അങ്ങനെ കണ്ടാണ്. അപ്പം ഇത് കൊടുത്ത് നമുക്ക് QID വാങ്ങാം. ഇതൊന്ന് ക്യൂ പോസ്റ്റ് വഴി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സെന്ററിൽ പോയിട്ട് കളക്ട് ആക്കാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ.